കൊലപാതക ശ്രമം, പോക്സോ കേസുകൾ എന്നിവ തിരുവനന്തപുരത്ത് കൂടിയിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ്. ചെറിയ കുറ്റകൃത്യങ്ങൾ പോലും കണ്ടെത്തി നടപടിയെടുക്കേണ്ടത് ആവശ്യമാണ്. ആളുകളുടെ മനോനിലയിലുണ്ടായ വ്യതിയാനം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്നും മെന്റൽ ഹെൽത്ത് കെയറിനെ കുറിച്ച് ആളുകൾക്ക് അവബോധമുണ്ടാക്കണമെന്നും കമ്മീഷണർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിലവിൽ ക്രൈം റേറ്റ് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ ക്രൈം റേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2023-24 സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ക്രൈം കേസിൽ ഒരു മാർജിനൽ ഡിക്രീസ് ഉണ്ട്. എന്നാൽ അതേസമയം നമുക്ക് മർഡർ കേസുകളിലൊക്കെ വലിയൊരു ഇൻക്രീസ് കാണാൻ കഴിയില്ല. പക്ഷേ അറ്റംപ്റ്റ് മർഡർ, അതുപോലെ കൾപ്പബിൾ ഹോമിസൈഡൊക്കെ, അറ്റംപ്റ്റ് കൾപ്പബിൾ ഹോമിസൈഡ്, അങ്ങനെ 308 കേസുകളിലൊക്കെ ഒരു മാർജിനൽ ഇൻക്രീസ് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വർധനവുള്ളത് നമുക്ക് NDPS കേസുകളിൽ, അതുപോലെ തന്നെ പോക്സോ കേസുകളിലൊക്കെ ഒരു വർധനവ് നമ്മുടെ ഇതിലുണ്ട്. ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ഒരു മാർജിനൽ ഇൻക്രീസ് ഉണ്ട്. അല്ലാതെ സോഷ്യൽ ലെവലിലുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തേണ്ടതുണ്ട്. വെഞ്ഞാറമൂട് കേസ് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് കോസസ്, അതുപോലെ തന്നെയുള്ള റീസൺസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മെൻ്റൽ ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ്, തെറാപ്പി, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ആളുകളെ കൂടുതൽ സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഷൻ ഡിയാഗോ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് അഷൻ ഡിയാഗോ. കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമായി തിരുവനന്തപുരം മാറിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണല്ലോ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. കമ്മീഷണറുടെ വാക്കുകൾ നൽകുന്ന സൂചന എന്താണ്? കൈവിട്ടു പോവുകയാണോ? സുജിയ, നിലവിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് നേരിയ വർധനവുണ്ട്, ഈ കേസുകളിൽ നേരിയ വർധനവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഈ പോക്സോ കേസുകൾ, കൊലപാതക ശ്രമ കേസുകളിലാണ് ഇത്തരത്തിൽ വർധനവ് ഉള്ളത്. NDPS കേസുകളിലും വർധനവുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുകളിലെ വർധനവിന് കാരണം ആളുകളിലുണ്ടായ മനോനിലയിലുണ്ടായ വലിയൊരു വ്യതിയാനമാണ്, ഒരു മാറ്റമാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകാനുള്ള കാരണം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന, അതായത് നേരത്തെ അറിയാൻ കഴിയുന്ന ക്രിമിനൽസുകളിൽ മാത്രമാണ് പ്രിവെന്റീവ് മെഷർ എന്നുള്ള നിലയിൽ അവരെ കരുതൽ തടങ്കിലടക്കം അടച്ചുകൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ തടയാനാവുക. പക്ഷെ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിലുള്ള കൊലപാതക ശ്രമങ്ങൾ അത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതും. ഇതിന് അത്യാവശ്യം ഈ മനോനിലയെക്കുറിച്ചുള്ള ഒരു പഠനം അത്യാവശ്യമായി നടത്തേണ്ടതുണ്ട്. സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ മനോനിലയിലും മെന്റൽ ഹെൽത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ പഠന വിധേയമാക്കി അവിടെ മുതൽ തന്നെ ഇത് തടയാനുള്ള, ഈ ആളുകളിലുള്ള ക്രിമിനൽ ഒരു ബോധ്യം പുറത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ അത് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നും അദ്ദേഹം നമ്മളോട് പറയാതെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് പോലീസ് കാര്യമായി തന്നെ കരുതുന്നുണ്ട്. തലസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത്. താങ്ക് യു അഷൻ ഡിയാഗോ.